ദി വൈറ്റ് കമ്പനി എന്ന ചരിത്ര നോവൽ എഴുതിയത് വിശ്വപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷണ കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം സർ ആർതർ കോനൻ ഡോയൽ. ആനിമൽ ഫാം എന്ന ആക്ഷേപഹാസ്യകൃതി രചിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ഓർവെൽ. പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിന്റെ യഥാർത്ഥ പേര്? ഉത്തരം പി സച്ചിദാനന്ദൻ. ഉജ്ജീവനം എന്ന ആനുകാലികത്തിന്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ആദ്യ ബോധോദ്ധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് ആരാണ്? ഉത്തരം പൂഞ്ഞിക്കര റാഫി. ഒ വി വിജയന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. പ്രശസ്ത സാഹിത്യകാരനായ എൻ പി മുഹമ്മദിന്റെ മകനും എഴുത്തുകാരനാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം എൻ പി ഹാഫിസ് മുഹമ്മദ്. സാഹിത്യവാരഫലം എന്ന പ്രസിദ്ധമായ സാഹിത്യ പംക്തി തയ്യാറാക്കിയിരുന്ന സാഹിത്യകാരൻ? ഉത്തരം എം കൃഷ്ണൻ നായർ. പള്ളിക്കും പൗരോഹിത്യത്തിനുമെതിരെ ശബ്ദമുയർത്തിയ കഥാകാരൻ? ഉത്തരം പൊൻകുന്നം വർക്കി. ഹൃദയവും ഞാനും, ഗ്രഹപാഠം, ഉപജന്മം എന്നീ കൃതികൾ ആരുടേതാണ്? ഉത്തരം ടി വി കൊച്ചുബാവ. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൻ 1000 സൗരമണ്ഡലം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം അക്കിത്തം. വണ്ടിപ്പറമ്പന്മാർ എന്ന നോവലിന്റെ സൃഷ്ടാവ്? ഉത്തരം വി ടി നന്ദകുമാർ. പൊക്കമില്ലായ്മയാണൻ പൊക്കം എന്ന് പ്രഖ്യാപിച്ച കുറിയ മനുഷ്യൻ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. വിശ്വരൂപം എന്ന പ്രസിദ്ധമായ നാടകത്തിന്റെ ശില്പി? ഉത്തരം സുരാസു. എൻ പി മുഹമ്മദിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മരം. തെരുവിൽ അജ്ഞാതനായി മരിച്ച നാടക പ്രവർത്തകനും സിനിമാ താരവുമായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം സുരാസു. തിടമ്പ്, ഗൂർഖ എന്നിവ ഒരു പഴയകാല സിനിമാ താരത്തിന്റെ നോവലുകളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം എൻ ഗോവിന്ദൻകുട്ടി. ബഷീർ, വിജയൻ, മമ്മൂട്ടി പിന്നെ മറ്റു ചിലരും ആരുടെ അനുഭവക്കുറിപ്പുകളാണ്? ഉത്തരം ജമാൽ കൊച്ചങ്ങാടി. ഒരു പ്രശസ്ത ഗാനരചയിതാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ. ആരുടേതാണ് ഈ ചലച്ചിത്രം? ഉത്തരം പി ഭാസ്കരൻ. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. കതിര് കാണാക്കിളി, അൾത്താര, ഇരുമ്പുമറ എന്നിവ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ രചിച്ച നാടകങ്ങളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം പൊൻകുന്നം വർക്കി. കെ പി അപ്പൻ ഏത് സാഹിത്യ ശാഖയിലാണ് പ്രധാനമായും വ്യാപൃതനായിരുന്നത്? ഉത്തരം സാഹിത്യ വിമർശനം. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചൈനയിൽ ചിലവഴിച്ച് ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ വനിത. ആരാണ് അവർ? ഉത്തരം പേളസ് ബക്ക്. ഒ വി വിജയന്റെ സഹോദരി പ്രശസ്ത സാഹിത്യകാരിയാണ്. ആരാണ് അവർ? ഉത്തരം ഒ വി ഉഷ. നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം ഒ മാധവൻ. ഡോക്ടർ എന്ന പ്രശസ്ത നാടകം രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. പി കേശവദേവിന്റെ ആത്മകഥ? ഉത്തരം എതിർപ്പുകൾ. മലയാളത്തിലെ ആദ്യകാല സിനിമാ മാസികയായ ഫിലിം നാദത്തിന്റെ പത്രാധിപർ? ഉത്തരം സി വി വാസുദേവ പിള്ള. ഏഴ് ചുവട് എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ്? ഉത്തരം താരാശങ്കർ ബന്ധോപാധ്യായ. എന്റെ കർണൻ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം വി ടി നന്ദകുമാർ.
കഥ എഴുതിയതിന്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ? ഉത്തരം പൊൻകുന്നം വർക്കി. ശ്രീകൃഷ്ണ കഥ പ്രതിപാദിക്കുന്ന കൃഷ്ണായനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം തുളസി കോട്ടുക്കൽ. ഭദ്രകാളിയുടെ ചരിത്രം ഭദ്രോൽപ്പത്തി എന്ന പേരിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി രചിച്ചത് ആരാണ്? ഉത്തരം ടി സുബ്രഹ്മണ്യൻ തിരുമുൻപ്. ചേലനാട്ട് അച്യുതമേനോന്റെ ആത്മകഥ? ഉത്തരം സ്മരണാഞ്ജലി. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥ? ഉത്തരം എന്നിലൂടെ. കേളി സൗധം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം ഇ വി കൃഷ്ണപിള്ള. കലാപം വിവാദം വിലയിരുത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ പി അപ്പൻ. ഭാഷാ കൗടില്യം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം കെ എൻ എഴുത്തച്ഛൻ. ഇതോ വാർദ്ധക്യം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. മാണിക്യവീണ രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അനുഭവങ്ങൾ അഭിമതങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എൻ കൃഷ്ണപിള്ള. നാടകക്കളരി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ജി ശങ്കരപ്പിള്ള. കുന്താപ്പി ഗുലുഗുലു എന്ന നാടകം രചിച്ച തുപ്പേട്ടന്റെ യഥാർത്ഥ നാമം? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൊടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. കണ്ണശന്മാരുടെ മറ്റൊരു പേര്? ഉത്തരം നിരണം കവികൾ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം? ഉത്തരം ബാപ്പുജി. ആരുടെ കവിതകളാണ് മാതൃത്വത്തിന്റെ കവിതകൾ എന്ന് വിളിക്കുന്നത്? ഉത്തരം ബാലാമണിയമ്മ. ആഖ്യായിക എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം? ഉത്തരം നോവൽ. എം ടിയുടെ മഞ്ഞ് എന്ന നോവലിനെ പശ്ചാത്തലമായ ഭൂവിഭാഗം? ഉത്തരം നൈനിറ്റാൾ. പെരുവഴിയമ്പലം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം പി പത്മരാജൻ. കൊണ്ടുപോകില ചൂരന്മാർ കൊടുക്കുന്തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിധി തന്നെ മഹാധനം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവഭാരത ശില്പികൾ. ലോക സാഹിത്യത്തിൽ പ്രസിദ്ധി നേടിയ ദി ഡെഡ് എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം ജെയിംസ് ജോയ്സ്. ഒ ഹെൻറി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര്? ഉത്തരം വില്യം സിഡ്നി പോർട്ടർ. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന ഗ്രന്ഥവും ശാസ്ത്ര നോവലുകളായ ദി ടൈം മെഷീൻ, ദി വാർ ഓഫ് ദി വേൾഡ് എന്നീ കൃതികളും രചിച്ച ഗ്രന്ഥകാരൻ? ഉത്തരം എച്ച് ജി വൈൽസ്. എസ് കെ പൊറ്റക്കാടിന്റെ കവിതാ സമാഹാരം? ഉത്തരം സഞ്ചാരിയുടെ ഗീതങ്ങൾ. കെ ടി മുഹമ്മദിന്റെ ആദ്യ കഥ? ഉത്തരം കണ്ണുകൾ. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം മുത്തുച്ചിപ്പി. പരീക്ഷ എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ടി എൻ ഗോപിനാഥൻ നായർ. ബാണഭട്ടന്റെ പുരാതനമായ കൃതി? ഉത്തരം കാദംബരി. ദാർശനിക കൃതിയായ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരുടേതാണ്? ഉത്തരം ശങ്കരാചാര്യർ. പ്രാചീന തമിഴ് കാവ്യമായ മണിമേഖല രചിച്ചത് ആരാണ്? ഉത്തരം ചാത്തനാർ. ദി കൂലി, ദി അൺടച്ചബിൾ എന്നീ ഇംഗ്ലീഷ് കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം മുൽക്ക് സാജ് ആനന്ദ്. ഭർതൃഹരിയുടെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം നീതി ശതകം. കിരാതാർജുനീയം മഹാകാവ്യം ആരുടെ കൃതിയാണ്? ഉത്തരം ഭാരവി. പുസ്തകത്തോളം നല്ല ഒരു ഗൃഹോപകരണമില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം സിഡ്നി സ്മിത്ത്.
സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ചെകുത്താനും വേദമോതും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഷേക്സ്പിയർ. കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്. ആരുടെ വരികളാണ് ഇത്? ഉത്തരം എ അയ്യപ്പൻ. ദി ഫ്രൂട്ട്സ് ഓഫ് ഫിലോസഫി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ആനി ബെസന്റ്.